നമസ്കാരം, എല്ലാവർക്കും സമയം മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ന് റൈസ് ക്രീം എങ്ങനെയാണ് തയ്യാറാക്കുക എന്നാണ് നോക്കാൻ പോകുന്നത്. ഈ ക്രീം ചർമ്മം ലൈറ്റ് ഓൺ ചെയ്യാനും കറുത്ത പാടുകൾ നീക്കം ചെയ്യാനും ഒക്കെ സഹായിക്കും. ഇതിനായിട്ട് നമുക്ക് വേണ്ട ചേരുവകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. വേവിച്ച അരി 2 സ്പൂൺ, 1 സ്പൂൺ ആൽമണ്ട് ഓയിൽ, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുൾട്ടാണി മിട്ടി. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുക എന്ന് നോക്കാം. ആദ്യം തന്നെ എടുത്തു വച്ചിരിക്കുന്ന വേവിച്ച അരി കല്ലിലിട്ട് ഉടച്ചെടുക്കണം. നല്ല പേസ്റ്റ് ആയിട്ട് വേണം ഇത് അരച്ചെടുക്കാനായിട്ട്. ഇവിടെ അരച്ചെടുത്ത് കഴിഞ്ഞു. ഇനി എല്ലാ ചേരുവകളും എടുക്കാം. നമ്മൾ പേസ്റ്റ് ആക്കി വെച്ചിരിക്കുന്ന ചോറ് നമുക്ക് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അരിയും കഞ്ഞിവെള്ളവും ഒക്കെ വളരെ പോപ്പുലർ ആയിട്ടുള്ള സൗന്ദര്യ സംരക്ഷണ ചേരുവകളാണ്. ഇതിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഘടകങ്ങളും ആൻറ്റി ഓക്സിഡൻസ് ഘടകങ്ങളുമുണ്ട്. ചർമ്മം ലൈറ്റ് ഓൺ ചെയ്യാനും ബ്രൈറ്റ് ആകാനും അതുപോലെ തന്നെ മോയ്സ്ചറൈസ് ചെയ്യാനും ഒക്കെ ഇത് സഹായിക്കും. ഇനി ഇതിലേക്ക് ആൽമണ്ട് ഓയിൽ ചേർത്ത് കൊടുക്കാം. വൈറ്റമിൻ എ, ഇ എന്നിവയാൽ സമൃദ്ധമാണ് ആൽമണ്ട് ഓയിൽ. ഇത് ചർമ്മം പോഷിപ്പിക്കുന്നു. നാച്ചുറൽ ഗ്ലോ കിട്ടാനും ഇത് സഹായിക്കും. ഡാർക്ക് സർക്കിൾസും ഡാർക്ക് സ്പോട്ട്സും മാറാനും ഇത് സഹായിക്കും. ഇനി മഞ്ഞൾ ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം. ഹൈപ്പർ പിഗ്മെന്റേഷൻ, ആക്നെ എന്നിവയ്ക്ക് പരിഹാരമാണ് മഞ്ഞൾ. അവസാനമായിട്ട് ഇതിലേക്ക് മുൾട്ടാണി മിട്ടി ചേർത്ത് കൊടുക്കാം. ചർമ്മത്തിലുള്ള അഴുക്കും അമിതമായുള്ള എണ്ണയും നീക്കം ചെയ്യുകയും ചർമ്മകാന്തി കൂടാനും ഒക്കെ മുൾട്ടാണി മിട്ടി സഹായിക്കും. എല്ലാ ചേരുവകളും നന്നായി ഇളക്കി യോജിപ്പിക്കണം. ഇവിടെ ക്രീം തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊരു കണ്ടെയ്നറിലേക്ക് മാറ്റാം. തിക്കായി തോന്നുമെങ്കിലും വളരെ ലൈറ്റ് ആയിട്ടാണ് ഈ ക്രീം ഉണ്ടാവുക. ഇത് ചർമ്മത്തിൽ വൃത്തത്തിൽ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. വേണമെങ്കിൽ ഇതൊരു പാക്കായും അപ്ലൈ ചെയ്യാം. ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം 5 മിനിറ്റ് കഴിഞ്ഞ് ടിഷ്യൂ പേപ്പർ വെച്ച് തുടച്ചു മാറ്റിയാൽ മതി. ഒരാഴ്ച വരെ ഇത് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാം. റെഗുലറായിട്ട് ഒരാഴ്ച നിങ്ങൾ ഇത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ഒരു വ്യത്യാസം തന്നെ മനസ്സിലാകും. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.